Hi dears, MG യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ്റെ 4th അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ അഡ്മിഷൻ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ 4th അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എന്ന് നമുക്ക് കാണാം. ഇതുവരെയായിട്ട് നമുക്ക് ടെമ്പററി അഡ്മിഷൻ, പെർമനൻറ്റ് അഡ്മിഷൻ എന്നീ 2 കാറ്റഗറിയിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 4th അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കാണാം. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് വെച്ച് ലോഗിൻ ചെയ്തിട്ട് 4th അലോട്ട്മെൻറ്റിൽ എവിടെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ്, അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏത് കോളേജിലാണ് കിട്ടിയത്, അവിടെ എപ്പോഴാണ് നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ വന്നിട്ടുണ്ടാവും. എന്നിട്ട് അതിനനുസരിച്ച് 21/10/2020 ഒക്ടോബർ 21 നിങ്ങൾ ആ കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അടുത്തതായിട്ട് അഡ്മിഷൻ എടുത്തതിന് ശേഷം കൺഫേം ചെയ്യേണ്ടതാണ്. അതായത് അപ്പം നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് 4ാമത്തെ അലോട്ട്മെൻറ്റിലാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ, 1, 2, 3 അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടില്ല, 4ാമത്തെ അലോട്ട്മെൻറ്റിലാണ് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീ അടയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ജനറൽ കാറ്റഗറിക്ക് ഫീ വരുന്നത് 1113 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 50 രൂപയുമാണ് യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീ. ഇനി ഇത് മാത്രമല്ല, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്ഥിതിക്ക് കോളേജിലേക്ക് നിങ്ങൾ ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് നിങ്ങൾ കോളേജുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ കോളേജിലേക്ക് നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഒരു ഡൗട്ട്, നിങ്ങൾ ഇതുവരെയായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്കാണ് 4th അലോട്ട്മെൻറ്റിൽ വീണ്ടും അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടാവുക. ഓൾറെഡി നിങ്ങൾക്ക് മുന്നേ ഏതെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ടെമ്പററി ആയാണ് നിങ്ങൾ ചേർന്നതെങ്കിൽ 4th അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വീണ്ടും അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടാവും. അത് ചിലപ്പോൾ സെയിം കോളേജ് തന്നെ ആയിരിക്കും, നിങ്ങൾക്ക് ആദ്യം കിട്ടിയ അതേ അലോട്ട്മെൻറ്റ് ആയിരിക്കാം 4th അലോട്ട്മെൻറ്റിൽ വീണ്ടും വന്നത്. എന്തായാലും നിങ്ങൾ ഈ 4th അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള കോളേജിൽ പെർമനൻ്റ് ആയിട്ട് തന്നെ ചേരണം. ഇനി ഒരു ടെമ്പററി ആയിട്ട് ചേരുന്ന ഓപ്ഷൻ ഇല്ല, കാരണം ഇനി ഒരു ഫർദർ അലോട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടില്ല. അപ്പോൾ 4th അലോട്ട്മെൻ്റ് ആണ്, ലാസ്റ്റ് അലോട്ട്മെൻ്റ് ആണ്. നിങ്ങളെല്ലാവരും പെർമനൻ്റ് ആയിട്ട് തന്നെ അഡ്മിഷൻ എടുക്കണം ഈ 4th അലോട്ട്മെൻറ്റിൽ. അപ്പം ഇതുവരെ നിങ്ങൾ ടെമ്പററി എടുത്ത് വന്ന ഒരാൾ സെയിം കോളേജ് ആയാലും, ഇനി അല്ല കോളേജ് നിങ്ങൾക്ക് മാറി ഹയർ ഓപ്ഷൻസ് കിട്ടിയാലും, എന്ത് തന്നെ ആയാലും 4th അലോട്ട്മെൻറ്റിൽ പെർമനൻ്റ് അലോട്ട്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നിങ്ങൾ 4th അലോട്ട്മെൻറ്റിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതായിരിക്കില്ല, ഇനി കോളേജിലൊന്നും ചേരാൻ പറ്റുന്നതായിരിക്കില്ല ക്യാപ്പ് വഴി. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൺഫേം ചെയ്യുക, അതായത് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുക, എന്നിട്ട് കൺഫർമേഷൻ സ്ലിപ്പൊക്കെ റെഡിയാക്കി വെക്കുക. എന്നിട്ട് 15 ദിവസത്തിനകം നിങ്ങൾ കോളേജിൽ പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുക. ഡോക്യുമെൻറ്റ്സ്, പ്രൈമറി ഡോക്യുമെൻറ്റ്സ് വേണ്ടത് TCയും കണ്ടക്ട് സർട്ടിഫിക്കറ്റും ആണ്, പിന്നെ മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് 15 ദിവസത്തിനകം നിങ്ങൾ ആ കോളേജിൽ അത് എത്തിക്കുക എന്നുള്ളതാണ്. നേരിട്ട് നിങ്ങൾ പോവേണ്ട ആവശ്യമില്ല, ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ചില കോളേജസ് തരുന്നുണ്ട്. അതല്ല ഇല്ലെങ്കിൽ പോസ്റ്റൽ വഴി നിങ്ങൾക്ക് ഈ ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുക്കാവുന്നതാണ് കോളേജിലേക്ക്. അപ്പം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിനെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഓരോ കോളേജിനും ചെറുതായി വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ആ കോളേജിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് അന്വേഷിക്കുക. അതുപോലെ അതിനനുസരിച്ച് അലോട്ട്മെൻറ്റ് എടുക്കുക, അതായത് അഡ്മിഷൻ എടുക്കുക. അപ്പോൾ അഡ്മിഷൻ എടുക്കുമ്പം കോളേജിൽ നിങ്ങൾ ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട്, ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, എന്നിട്ട് കൺഫേം ചെയ്യേണ്ടതാണ്. സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് കൺഫേം ചെയ്യേണ്ടതാണ്. ഇനി SC ST കാൻഡിഡേറ്റ്സിന്, അതായത് റിസർവേഷൻ ഉള്ള കാൻഡിഡേറ്റ്സിന് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സ് 2 എണ്ണം ബാക്കിയുണ്ട്. അപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ്സ് യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ യു ക്യാൻ സീ ഹിയർ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോർ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് 1 ഈസ് ഓൺ 22/10/2020. അങ്ങനെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് 1 വരുന്നത് പ്രഖ്യാപിക്കുന്നത് 28/10/2020 ആയിരിക്കും. അതുപോലെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് 2 രജിസ്റ്റർ ചെയ്യാനായിട്ട് 31/10/2020 ആണ് ഡേറ്റ്, അപ് ടു 31/10/2020. അതേപോലെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് 2 പ്രഖ്യാപിക്കുന്നത് 3/11/2020. അപ്പോൾ ഇത് റിസർവേഷൻ ഉള്ളവർക്ക് മാത്രമാണ്. SC ST കാൻഡിഡേറ്റ്സിന് ഹയർ ഓപ്ഷൻസ് കിട്ടാനുള്ളൊരു ചാൻസിന് വേണ്ടിയാണ് ഈ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്. മറ്റ് കാറ്റഗറിക്കാർക്ക് ഇത് ഡോണ്ട് ലുക്ക് ഇൻ ടു ഇറ്റ്, ഇറ്റ് ഈസ് ഓൺലി ഫോർ SC ST കാൻഡിഡേറ്റ്സ്. പിന്നെ യൂണിവേഴ്സിറ്റി മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് ക്ലാസ്സസ് തുടങ്ങുന്ന ഡേറ്റും
വന്നിട്ടുണ്ട്. ക്ലാസ്സസ് വിൽ കമൻസ് ഓൺ 22/10/2020. അപ്പോൾ ഒക്ടോബർ 22 തന്നെ നിങ്ങളുടെ ക്ലാസ് തുടങ്ങുമെന്നാണ് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുള്ളത്. സോ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷൻസ് കംപ്ലീറ്റ് ആക്കുക. അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് അഡ്മിഷൻ എടുക്കുക എന്നുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സീറ്റ് കിട്ടിയെന്നുള്ളത് ഉറപ്പ് വരുത്തുക. സോ ഇതൊക്കെയാണ് 4th അലോട്ട്മെൻറ്റിനെ പറ്റി ജനറലായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. എനിക്കറിയാത്ത കാര്യങ്ങളാണെങ്കിൽ യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ ശ്രമിക്കാം. സോ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഇൻഫോർമേറ്റീവ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ഇൻഫർമേഷൻസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെൽ ബട്ടണും കൂടി ഒന്ന് അടിച്ചേക്കണേ, എന്നാലേ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.